ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ വളരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പോളയുടെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്, പിന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പോള റെഡിയാക്കി എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു 100-150 ഗ്രാം ചിക്കൻ, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നമ്മൾ സാധാരണ സമൂസയിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു മസാലയായാലും മതി. ചിക്കൻ ഏകദേശം ഒന്ന് റെഡിയായി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഓവറായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വെന്ത് കിട്ടണമെന്നൊന്നുമില്ല, ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഈ ഒരു സമയം പോള റെഡിയാക്കാൻ വേണ്ട കിഴങ്ങൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള 2 കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് കനം കുറഞ്ഞു പോകരുത്, നല്ല തിക്കായിട്ടും വരരുത്. അപ്പോൾ ഈ ഒരു പാകത്തിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ചിക്കനൊക്കെ കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അതേ എണ്ണയിലേക്ക് 2 സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്തെടുത്ത സമയത്ത് കൂടുതൽ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇനി അഥവാ കൂടുതൽ ഉണ്ടെങ്കിൽ സവാള ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് മാറ്റി വെച്ചാലും മതി. പിന്നെ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 പച്ചമുളക്, ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണിത്. സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ളത് കാരണം മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, എരിവ് കുറവാണെങ്കിൽ. ഇതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാന് നന്നായിട്ട് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചത് കുറച്ച് കൂടുതലുള്ളത് കാരണം 2 പ്രാവശ്യമായിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. പിന്നെ കൂടുതൽ നേരം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ല. 2 ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. 2 ഭാഗവും ബ്രൗൺ കളറാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സമയം തന്നെ സവാളയിലേക്ക് ചേർത്തിട്ടുള്ള പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കിഴങ്ങ് ഒരു ഭാഗം വെന്ത് കിട്ടിയാൽ മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗവും ഒന്ന് വേവിച്ചെടുക്കാം. മസാലയിലേക്ക് അവസാനം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. കിഴങ്ങ് 2 ഭാഗവും വെന്ത് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ ഒരു കുക്കറോ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനിടയ്ക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ പാല് കയ്യിലുണ്ടെങ്കിൽ 3 മുട്ടയും കുറച്ച് പാല് മിക്സ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങ് പാനിൽ ഇതുപോലെ നിരത്തി വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് 2-3 ടേബിൾ സ്പൂൺ മുട്ടയുടെ മിക്സ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് കൂടുതൽ മിക്സ് ഒഴിച്ചു കൊടുക്കരുത്, എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടി മാത്രമുള്ള മുട്ടയുടെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്താലും മതി.
ഇനി ഇതിന് മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ്സ് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലും നേരത്തെ ചെയ്ത പോലെ കിഴങ്ങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ കിഴങ്ങ് വെക്കുമ്പോൾ ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. ഇനി ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ കൂട്ട് എല്ലാ ഭാഗത്തേക്കുമായിട്ട് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം സൈഡിലൂടെ ഒഴിച്ചിട്ട് ബാക്കി ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. മുഴുവൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ഒന്ന് കവറായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ കിഴങ്ങൊക്കെ ഒന്ന് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കുത്തി നോക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പാനിലേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ കിഴങ്ങ് വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പോള റെഡി ആയിട്ടുണ്ട്. പിന്നെ വെറുതെ പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ആ ഒരു കിഴങ്ങും മസാല ചിക്കൻ്റെ മസാലയൊക്കെ ആകുമ്പോൾ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് മറക്കാതെ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.